ചൈൽഡ്ഹുഡിൽ അല്ലെങ്കിൽ നമ്മുടെ സ്കൂൾ ടൈമിലൊക്കെ അത്രയും ആക്റ്റീവായിരുന്ന എക്സ്ട്രോവേർട്ടായിരുന്ന ഒരുപാട് മൾട്ടി ടാലൻ്റ് ആയിട്ടിരുന്ന പല ആൾക്കാരും അഡൽട്ട്ഹുഡ് എത്തിക്കഴിയുമ്പോൾ സ്റ്റക്കായി നിൽക്കുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടോ? അതിൽ ഉൾപ്പെടുന്നവരാണോ നിങ്ങൾ? ഫ്യൂച്ചറിൽ എന്ത് ചെയ്യണം എന്നുള്ള പ്രോപ്പർ പ്ലാനിങ്ങും ഡ്രീംസും ഒക്കെ ഉണ്ടായിരുന്നിട്ടും ഇപ്പോൾ നിങ്ങൾക്ക് സ്റ്റക്കായി ഫീൽ ചെയ്യുന്നുണ്ടോ? ഒരു ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പേ ഒരുപാട് ആലോചിക്കുകയാണ്. ഫിയർ ഓഫ് ഫെയിലിയർ നിങ്ങളെ ഭയങ്കരമായിട്ട് ഗ്രാബ് ചെയ്യുന്നുണ്ടോ? ഇതിൻ്റെയൊക്കെ റീസൺ ആയി വരുന്നത് നിങ്ങൾ കടന്നുപോയ പാരന്റിങ് സ്റ്റൈലിലാണ്, അല്ലെങ്കിൽ നിങ്ങൾ എക്സ്പോസ്ഡ് ആയിരുന്ന എൻവയോൺമെന്റ് ആണ്. അതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഇപ്പോൾ സംസാരിക്കാം. നമ്മൾ ഈ വീഡിയോയിൽ ഡിഫറെൻറ്റ് പാരന്റിങ് സ്റ്റൈൽസും അതെങ്ങനെയാണ് ഒരു കുട്ടിയുടെ ക്യാരക്ടറിനെ ഷേപ്പ് ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റി വിശദമായിട്ട് സംസാരിക്കുന്നതാണ്. ഏറ്റവും ഫസ്റ്റ്, ഓരോ വ്യക്തികളും യുണീക്കാണ് അല്ലേ? അപ്പോൾ പാരൻസും യുണീക്കാണ്, അവരുടെ സ്റ്റൈലും യുണീക്കാണ്. അപ്പോൾ ഈ ഒരു സ്റ്റൈലിൽ അവരുടെ ക്യാരക്ടർ എങ്ങനെയാണോ ഡെവലപ്പ് ചെയ്തത് അതിൻ്റെ ഒരു രീതിയിലായിരിക്കും നമ്മൾ നമ്മുടെ കുട്ടികളെയും വളർത്തുക. അപ്പം നമ്മൾ അനുഭവിച്ച കാര്യങ്ങളെ നമുക്ക് മിമിക് ചെയ്യാനായിട്ട് അറിയുക. അപ്പം നമ്മൾ എന്ത് ചെയ്യും? അത് മിമിക് ചെയ്തിട്ടായിരിക്കും നമ്മുടെ ഫ്യൂച്ചർ ജനറേഷനെയും വളർത്തുക. അവർ അത് കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഈ സമയത്ത് നമ്മൾ പ്രോപ്പറായിട്ട് നമ്മൾ ഏത് പാരന്റിങ് സ്റ്റൈലാണ് ചൂസ് ചെയ്യുന്നത്, അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് പ്രോപ്പറായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിലൊരു ഡ്രാസ്റ്റിക് ചേഞ്ച് തന്നെ നമുക്ക് വരുത്താൻ കഴിയും. അപ്പോൾ അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ 4 പാരന്റിങ് സ്റ്റൈൽസ് എന്തൊക്കെയാണെന്ന് ആദ്യം മനസ്സിലാക്കണം. പാരന്റിങ് സ്റ്റൈൽസിനെ ഡിമാൻഡിങ്നെസ് ആൻഡ് റെസ്പോൺസീവ്നെസ് എന്നുള്ള 2 ആക്സിസിന്റെ രീതിയിൽ 4ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഡിമാൻഡിങ്നെസ് എന്ന് പറയുമ്പോൾ പാരൻസ് കുട്ടികളിൽ നിന്ന് എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് ബൗണ്ടറീസ് സെറ്റ് ചെയ്യുന്നത് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ്. റെസ്പോൺസീവ്നെസ്, ഇൻ കേസ് അവർ ബൗണ്ടറി ബ്രേക്ക് ചെയ്താലോ അല്ലെങ്കിൽ എക്സ്പെക്ട് ചെയ്യാത്തൊരു ആക്ടിവിറ്റി കുട്ടികളിൽ നിന്നുണ്ടായാൽ ഏത് രീതിയിലാണ് അവർ റെസ്പോണ്ട് ചെയ്യുന്നത്, അതോടൊപ്പം കുട്ടികളെ വളർത്തുമ്പോൾ എത്രത്തോളം കെയറിങ് ആൻഡ് ഒരു സപ്പോർട്ടീവ് സിസ്റ്റം അവർ ഒരുക്കി കൊടുക്കുന്നു എന്നുള്ളതാണ് റെസ്പോൺസീവ്നെസ് എന്നുള്ള ആക്സസ് കാണിക്കുന്നത്. അപ്പോൾ ഈ 2 ബേസിലും നോക്കുമ്പോൾ കുട്ടികളിൽ നിന്ന് ഒരുപാട് ഡിമാൻഡിങ് ആയിട്ടുള്ള പ്രോസസ്സ് വെച്ചിട്ടുണ്ട്, ബൗണ്ടറീസ് ഒരുപാട് സെറ്റ് ചെയ്തിട്ടുണ്ട്, ഹാർഷ് ആയിട്ടുള്ള റൂൾസ് ഉണ്ട്, പണിഷ്മെന്റ്സ് ഉണ്ട്. ഇങ്ങനെയൊക്കെ ഉണ്ടാവുകയും കുട്ടികൾ എന്തെങ്കിലും ഒരു ചെറിയ തെറ്റ് ചെയ്താൽ ഭയങ്കരമായിട്ട് എക്സ്പ്ലോസീവായിട്ട് റിയാക്ട് ചെയ്യുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് അതോറിറ്റേറിയൻ കാറ്റഗറിയിലാണ് പ്ലേസ് ചെയ്യുന്നത്. പാരന്റിങ്ങിൽ ഏറ്റവും ടോക്സിക് പാരന്റിങ് എന്ന് പറയുന്നതും ഈ അതോറിറ്റേറിയൻ പാരന്റിങ്ങിലാണ്. അതായത് കുട്ടികളെ തീരെ തന്നെ മനസ്സിലാക്കില്ല. ഈ കുട്ടികൾ ഇതിൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് കുട്ടികൾ വളരുമ്പോൾ എയ്തർ കംപ്ലീറ്റ്ലി റബലാവാം, അല്ലെങ്കിൽ അവർ ഭയങ്കരമായിട്ട് വിഡ്രോ ചെയ്യുന്ന ഒരു കാറ്റഗറിയിലാവാം. നമ്മുടെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ അതോറിറ്റേറിയൻ പാരന്റിങ്ങിൽ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കണക്റ്റ് ആവുന്നത് നമ്മുടെ സ്ഫടികം മൂവിയിൽ ചാക്കോ മാഷും ആടുതോമയാണ്. ചാക്കോ മാഷ് എന്ന് പറയുമ്പോൾ ഹൈലി അതോറിറ്റേറിയൻ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ളൊരു ഫാദറായിട്ടാണ് പ്ലേ ചെയ്യുന്നത്. മകൻ്റെ ഇഷ്ടങ്ങളോ പാഷനോ ഒന്നും ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, താൻ പറയുന്നത് മാത്രം ഫോളോ ചെയ്യണം. അപ്പോൾ മോൻ എന്തായി മാറി? ഹൈലി റബലായിട്ട് ഒരു ക്യാരക്ടറായിട്ട് മാറുന്നത് നമുക്ക് കാണാൻ പറ്റും. എഗെയിൻ അതേസമയം നമ്മൾ ഒരുപാട് ഹാർഷായിട്ട് പെരുമാറിക്കഴിഞ്ഞാൽ കുട്ടികൾക്ക് സ്വയം ഒരു ഡിസിഷൻ എടുക്കാൻ മനസ്സിലാക്കാതിരിക്കുകയും പെർഫെക്ഷനിസം, ഫിയർ ഓഫ് ഫെയിലിയർ എന്നുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി പ്രോപ്പറായിട്ട് മുന്നോട്ട് പോവാതെ അവർ സ്റ്റക്കായി നിൽക്കുന്ന ഒരു സിറ്റുവേഷന് നമുക്ക് കാണാൻ കഴിയും. 2ാമത്തെ ടൈപ്പ് ഓഫ് പാരന്റിംഗ് ആണ് അതോറിറ്റേറ്റീവ് പാരന്റിംഗ്. ഇവിടെ അതോറിറ്റേറിയൻ പാരന്റിങ്ങും അതോറിറ്റേറ്റീവ് പാരന്റിങ്ങും തമ്മിൽ കൺഫ്യൂസ് ആവാൻ ചാൻസ് ഉണ്ട്. അതോറിറ്റേറ്റീവ് പാരന്റിംഗ് എന്ന് പറയുമ്പോൾ ഡിമാൻഡിങ് ആയിക്കോട്ടെ റെസ്പോൺസീവ്നെസ് ആയിക്കോട്ടെ പെർഫെക്റ്റ് ബാലൻസിൽ പോകുന്നു. കുട്ടികൾക്ക് ഫേം ആയിട്ടൊരു ബൗണ്ടറി ഉണ്ട്, പക്ഷേ ഫിയർ ലെഡ് ആയിട്ടുള്ള ഒരു പാരന്റിങ് സ്റ്റൈലല്ല. അവർക്ക് ഒരുപാട് സ്നേഹം കൊടുക്കുകയും ഓരോ ഡിസിഷൻ പാരൻസ് എടുക്കുമ്പോൾ കുട്ടിയെയും ഒരു ഇൻഡിവിജ്വലായിട്ട് കണ്ട് ആ ഒരു ഡിസിഷൻ അവർക്ക് വേണ്ടി പാരൻസ് എന്തിനെടുത്തു എന്നുള്ള പ്രോപ്പർ റീസണിങ് ഉണ്ട്. അതുപോലെ കുട്ടികൾക്കും വോയിസ് ഉണ്ട്. അവർക്ക് തിരിച്ചു ചോദിക്കാം, പാരൻസിനോട് എന്തുകൊണ്ട് എനിക്കത് പാടില്ല എന്ന് ചോദിക്കാൻ ഒരു സ്പേസും കൂടെ ഒരുക്കിയാണ് നിങ്ങൾ കൊണ്ടുപോകുന്നതെന്നുണ്ടെങ്കിൽ അതായിരിക്കും അതോറിറ്റേറ്റീവ് പാരന്റിങ് സ്റ്റൈലിൽ വീഴുന്നത്. ദെൻ മൂന്നാമത് വരുന്ന കാറ്റഗറിയാണ് പെർമിസീവ് പാരന്റിങ്. നമ്മൾ പലപ്പോഴും ജെന്റിൽ പാരന്റിങ് അല്ലെങ്കിൽ പെർമിസീവ് പാരന്റിങ് എന്ന് പറയുന്നത് മിക്സപ്പ് ചെയ്യാറുണ്ട്. അതോറിറ്റേറ്റീവ് പാരന്റിങ് ആണ് പ്രോപ്പർ ജെന്റിൽ പാരന്റിങ് എന്ന് പറയുന്നത്. പക്ഷേ പെർമിസീവ് പാരന്റിങ് ആയിട്ടാണ് ഇപ്പോൾ നമ്മൾ പലരും കണക്കാക്കുന്നത്. കുട്ടികൾ എന്ത് ചെയ്താലും നമ്മളത് സമ്മതിച്ചു കൊടുക്കുക, അതൊരിക്കലും ഓക്കെ ആയിട്ടുള്ള കാര്യമല്ല. കുട്ടികൾ എന്ത് ചെയ്താലും അവർക്കൊരു ബൗണ്ടറി വെച്ചിട്ടല്ല എന്നുണ്ടെങ്കിൽ ആ ഫ്രീഡം അവർ മിസ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് എന്ത് ചെയ്താലും മോൻ ഓക്കെയാണ് അല്ലെങ്കിൽ മോൾ ഓക്കെയാണ്, അത് ചെയ്തോളൂ, അവരെന്ത് തെറ്റ് ചെയ്താലും അത് കവറപ്പ് ചെയ്ത് വരികയാണെങ്കിൽ ഈ കുട്ടികൾ വളർന്നു വരുമ്പോൾ അതിയായി സെൽഫിഷ് ആവുകയും അല്ലെങ്കിൽ പ്രോപ്പർലി വേറൊരാളെ മനസ്സിലാക്കാതിരിക്കുകയും എമ്പത്തറ്റിക് അല്ലാതെ ബിഹേവ് ചെയ്യുകയും എല്ലാം ചെയ്യാറുണ്ട്.
ദെൻ നാലാമത്തെ കാറ്റഗറിയിൽ വരുന്നതാണ് അൺഇൻവോൾവ് പാരന്റിങ് എന്ന് പറയും. അതായത് പാരൻസിന് യാതൊരു ബന്ധമില്ല, പ്രോപ്പറായിട്ടുള്ള ഫുഡ് കൊടുക്കുന്നുണ്ട്, ഇത് കൊടുക്കുന്നുണ്ട്, കുട്ടികളെ ഡിമാൻഡിങ് ബൗണ്ടറീസും ഇല്ല, അതായത് റെസ്പോൺസീവ്നെസ്സും ഇല്ല, സ്നേഹവും കൊടുക്കുന്നില്ല, ബൗണ്ടറീസും സെറ്റ് ചെയ്യുന്നില്ല. കുട്ടി ആ കുട്ടിയുടെ രീതിയിൽ വളർന്നു പോകുന്നു, പാരൻസ് അവരുടേതായ രീതിയിൽ പോകുന്നു. കാരണം പലപ്പോഴും ഇന്നത്തെ തിരക്കിൽ പാരൻസിന് കുട്ടികളുമായിട്ട് മിങ്കിൾ ചെയ്യാനുള്ള ടൈം കിട്ടാറില്ല. അങ്ങനെ വരുമ്പോൾ കുട്ടി പഠിച്ചോ, അല്ലെങ്കിൽ കുട്ടിക്ക് എന്താണ് ആവശ്യം, കുട്ടിയുടെ നീഡ് എന്താണ് എന്നുള്ളത് ടോട്ടലി അവർ മറന്നു പോവുകയും പ്രോപ്പറായിട്ട് ആ ഫുഡ് ഞാൻ കൊടുത്തിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ അവർക്ക് താമസിക്കാൻ വീടുണ്ടല്ലോ, ഞാൻ ഇതിന് പിറകെ ഓടുകയാണല്ലോ എന്ന് പറഞ്ഞിട്ട് പോകുന്നതാണ് അൺഇൻവോൾവ് പാരന്റിങ്. അപ്പോൾ നമ്മുടെ പാരന്റിങ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഏത് കാറ്റഗറിയിലാണ് വീഴുന്നതെന്ന് ഏറ്റവും ആദ്യം മനസ്സിലാക്കുക. അത് കഴിഞ്ഞാൽ ഇതിനെ കറക്റ്റ് ചെയ്യാനുള്ള മെത്തേഡ്സ് നമുക്ക് പ്രോപ്പറായിട്ട് എത്രയും വേഗം കിട്ടുന്നതാണ്.